ഇങ്ങനൊരു പേര് കൊടുത്തത്. ഇവിടുത്തെ തന്നെ ഒരു പഴയ തറവാടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളായിക്കോട്ടെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരും. ഇന്ന് ഈ തറവാട് നയിക്കുന്നത് ഇവിടെ വർമ്മ നമ്പ്യാരുടെ മക്കൾ, അതായത് ഈ തറവാടിൻ്റെ കാരണവരാണ് നമ്പ്യാർ. നമ്പ്യാരുടെ മകനാണ് ഈ വർമ്മ നമ്പ്യാർ. ഈ തറവാട് നയിച്ചുകൊണ്ട് പോകുന്നത് വർമ്മ നമ്പ്യാരുടെ മക്കളാണ്. അതിന് പ്രത്യേകിച്ച് കാരണമില്ല, എന്നാലും കാരണമുണ്ട്. നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഈ വർമ്മ നമ്പ്യാരുടെ മക്കളായ അവരുടെ മക്കളായ സ്റ്റോറിയിലോട്ട് കിടക്കാം. ഇത് പാർവതിയമ്മ, നമ്മുടെ വർമ്മ നമ്പ്യാരുടെ ഏക പത്നി. ആള് കാണുന്ന പോലെ തന്നെ കേട്ടോ, കുറച്ച് ചൂടത്തിയാണ്. സാരില്ല, പക്ഷെ എന്നാലും ആളൊരു പാവാണ്. അപ്പം നമ്മുടെ പാർവതിയമ്മ എന്താ ചെയ്യുന്നത് നമുക്ക് പോയി നോക്കിയാലോ. ബീനെ, ഇവിടെ ഞാൻ വെച്ചെന്റെ ചായ എവിടെ? അയ്യോ അമ്മേ, 2 മിനിറ്റ് ഇപ്പൊ കൊണ്ടുവരാം. നേരത്തെ കൊണ്ടുവച്ച ചായ ചൂടാറിപ്പോയി, അതാ ഇപ്പൊ എടുത്തുകൊണ്ടുവരാം. സുധാകര, കുട്ടികളോട് എത്രയും വേഗം അങ്ങോട്ട് വരാൻ പറയണം. ഓലെന്തിനാ ഇല്ലാത്ത കാരണം പറഞ്ഞ് ഇവിടെ നിന്ന് മാറിക്കുന്നേ? വിളിച്ചിവിടെ എന്നാ പോരെ? ആ പറയാം അമ്മേ, ഇനി ഓലെന്തായാലും വന്നാൽ തിരിച്ചു പോവില്ല, ഇവിടെ തന്നെ നിൽക്കും. എന്നാ വേഗം ഭക്ഷണം കഴിച്ച് എല്ലാവരും ഓഫീസിലേക്ക് പോകാൻ നോക്ക്. ഇവിടെ കിടന്നധികം കറങ്ങാണ്ട്. അല്ല സുധീർത്തിയെ, കുട്ടികൾ ഇതുവരെ എണീച്ചിട്ടില്ല. ഓലിനി എപ്പാ കോളേജിൽ പോവാ? പിന്നെ പൊരയിലൊരു നല്ല കാര്യം കൂടി നടക്കുന്ന റൈറ്റുകൾ എണീക്കില്ല. പിന്നാണ് ഇപ്പൊ കോളേജിൽ പോവാൻ നേരത്തെ എണീച്ച് പോകുന്നു. വേറെ ആരും ഇല്ലേല്. ശോഭേ, ചിന്നു എണീറ്റോ? ഓള് ഈ സമയത്ത് എണീറ്റ് വരേണ്ടതാണല്ലോ. ഓള് എണീറ്റോ? അല്ല, രാവിലെ തന്നെ എന്നെ കൊണ്ടിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് നിനക്ക് എന്താ കിട്ടുന്നേ? പാവുണ്ടാവും ഞാൻ. വാ, നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ വെച്ചേക്ക്. എന്താ രഞ്ജമ്മ, എന്തെങ്കിലും സർപ്രൈസ് ആണോ? ആ അതേ, രഞ്ജമ്മ മോക്കൊരു കിട്ടിയില്ല സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. നിന്നോട് ആരടി കുരുത്തം കേട്ടോളെ, അമ്മേന്റെ മനസ്സെല്ലാം കൂടി കുത്തി ഇളക്കാൻ പറഞ്ഞ് ആ പിള്ളേർ അവിടെ എവിടെയെങ്കിലും നല്ല സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. നിനക്ക് എന്തിന്റെ കേടാ? എന്തോ രഞ്ജമ്മ പറയുന്നേ? ഞാൻ എന്തോ ചെയ്തെന്നാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തുവാ മുത്തശ്ശി ആ ഏട്ടന്മാരവിടെ ഇങ്ങനെ നിൽക്കുന്നേ? എനിക്ക് ഏട്ടന്മാരെ കാണാൻ കൊതിയാവാ. മുത്തശ്ശിക്ക് ഏട്ടന്മാരെ കാണാൻ കൊതിയൊന്നുമില്ലേ? അത്രമാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് അവരവിടെ പോയി സന്തോഷത്തോടെ ജീവിക്കുന്നത് ശരിയാണോ? എന്റെ പൊന്നു മോളെ, നിനക്കറിയാലോ ഓലെന്തിനപ്പ അങ്ങോട്ട് പോയെന്ന്? ഇവിടുന്നാകുമ്പോ ഓലെ പാഷൻ തുടരാൻ അമ്മ സമ്മതിക്കൂല. അവിടെ ഒരു വീടൊക്കെ എടുത്ത് അങ്ങനെ താമസിക്കുകയാണെങ്കിൽ ഓല ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയൂലേ? നിനക്കും അതുപോലെ പോവാടി. നീ കല്യാണമൊക്കെ കഴിച്ച് ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിട്ട് നിനക്കും പോവാലോ. അപ്പൊ ഏട്ടന്മാരിവിടെ വന്നാ എന്നെ അടുത്ത് പഞ്ഞിക്കിടൂലേ? പിന്നെ ഇട്ടാണ്ട് ഓലെന്തായാലും ഇവിടെ വന്നാൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും. അപ്പൊ മോളതെല്ലാം വാങ്ങിയിട്ട് നല്ല സന്തോഷത്തോടെ പൊയ്ക്കോളാണ്ട്. അതിന് ഓലിവിടെ പോകുമ്പോഴേക്ക് ഞാൻ ഇവിടുന്ന് മുങ്ങല്ലോ. നോക്കിക്കോ, ഞാൻ ഒരു പിടി കൊടുക്കല. നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ ആരി പിടിച്ചില്ലേലും ദേവ എന്തായാലും നിന്നെ പിടിക്കും. നീ സൂക്ഷിച്ച മോളെ. വെയിറ്റ്, നമ്മളാരാന്നറിയാണ്ട് ഇതില് ഇങ്ങനെ നോക്കിയിരിക്കായിരിക്കും. ഇവരൊക്കെ ആരാ? ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? നമ്മൾ കടന്നല്ലേ, എന്നിട്ട് ഇവിടുന്ന് സൊറ പറയാ? ഗൈസ്, നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാട്ടോ. ഇത് പ്രഭാകരൻ വർമ്മ നമ്പ്യാർ. ഇദ്ദേഹമാണ് വർമ്മ നമ്പ്യാറിന്റെ മൂത്ത മകൻ. സുരേഷ് വർമ്മ നമ്പ്യാർ, വർമ്മ നമ്പ്യാറിന്റെ രണ്ടാമത്തെ മകൻ. സുധാകരൻ വർമ്മ നമ്പ്യാർ, നമ്പ്യാറിന്റെ മൂന്നാമത്തെ മകൻ. നമ്മുടെ കിഴക്കേടത്ത് തറവാട്ടിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ പാർവതി അമ്മയെ ഭയക്കാതെ ജീവിക്കുന്ന ഒരേ ഒരാൾ, മക്കളിൽ തന്നെ ഏറ്റവും ധൈര്യശാലിയും ബുദ്ധിശാലിയുമായ ഒരു വ്യക്തി.
ഏട്ടന്മാരുടെ കണ്ണിലുണ്ണി. ആരായാലും ഇദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകുത്തിപ്പോവും. അത്രയ്ക്കും വളരെ നല്ല സ്വഭാവമായിട്ടുള്ളൊരു വ്യക്തിയാണിത്. അതുപോലെ തന്നെ നാട്ടുകാർക്കൊക്കെ ഇദ്ദേഹത്തോട് ആരാധനയും ബഹുമാനവുമുണ്ട്. അങ്ങനെയുള്ളൊരു മഹത് വ്യക്തിയാണ് നമ്മുടെ പ്രജീഷ് വർമ്മ. ഇത് കിഴക്കേടത്തെ മൂത്ത മരുമകളായ ബീന പ്രഭാകരൻ വർമ്മ. സുദീപ്ത സുരേഷ് എന്ന സുധി രണ്ടാമത്തെ മരുമകൾ. രഞ്ജിനി സുധാകരൻ വർമ്മ, എല്ലാവരുടെയും രഞ്ജു, മൂന്നാമത്തെ മരുമകൾ. ശോഭന പ്രജീഷ് വർമ്മ, ശോഭ, നാലാമത്തെ മരുമകൾ. ഇനി അടുക്കളയിൽ നിന്ന് നേരത്തെ പ്രസംഗിച്ച സാധനത്തിനെ കാണണ്ടേ, ഇവിടുത്തെ കിളിക്കാമ്പേടി. അമ്മേ, അയ്യോ ഈശ്വരാ, എനിക്ക് വയറുവേദന. അയ്യോ അമ്മ. ജെനി, എന്താടി നീ എന്തിനെങ്ങനെ കരയുന്നേ? എനിക്ക് സുഖല്ലേ? എന്താ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. ഞാൻ ചേച്ചിനെ വിളിച്ചട്ടെ. ചീന, എനിക്ക് വയ്യടി, എനിക്ക് വയറുവേദനായിട്ട് സഹിക്കാനാവുന്നില്ല. പീരീഡ്സ് ആണോടി? എന്താ പെട്ടെന്ന്? നിന്റെ ഡേറ്റ് കഴിഞ്ഞതല്ലേ? എന്താ ഇത്? ഹേയ്, മര്യാദയ്ക്ക് മനസ്സിനെ മാറ്റാൻ സമ്മതിക്കില്ല. എന്താ നാളത് ഇവിടെ ഒച്ചമടക്ക? എന്റെ വെളിയെ ജാനു, ഇവക്ക് വയറുവേദന. ഇവള് കരയെന്ന് വെച്ചാ ഇനി കേക്കുന്നേ. വയറുവേദനേ? അങ്ങനെ വരാൻ വയ്യില്ലല്ലോ. ഇനി എന്ത് പയം ചരട്ടെടുത്ത് തിന്നാ? ഒരു മിനിറ്റ്, എന്തായാലും ഞാൻ ചേച്ചീനെ വിളിച്ചോണ്ട് വരാം. എന്താടി, എന്താ എനിക്ക് പറ്റിയേ? ഹോസ്പിറ്റലിൽ പോണോ? നല്ല നേരമുണ്ടോ? എന്നാ പോവാ. എന്നാ അങ്ങനെ രണ്ടാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ഞാനിന്ന് കോളേജിൽ പോകുന്നില്ല, ഞാനിവിടെ നിക്കാം. അയ്യോ, അതൊക്കെ ചേച്ചീന്റെ മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവൂലേ? അതുകൊണ്ട് ചേച്ചി ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീട്ടിലായിക്കോളാം. മക്കൾ ചെല്ലേ, കോളേജിൽ പോയിക്കോട്ടോ. ഇതിന്റെ ടീം പറഞ്ഞേ നിങ്ങൾ രണ്ടാൾ ലീവ് എടുക്കാന്ന് വെച്ചാ കള്ള പഠിച്ചോളൂ. ഓടി, ഞാൻ കോളേജിൽ പോ. മുത്തശ്ശി, ഞാനൊന്ന് ജെനീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം. ഒക്കെ വയറുവേദന. അമ്മ അവരോട് പറയണേ. വയറുവേദന? എന്താ പെട്ടെന്ന്? എന്നാലും പോയിട്ടോ, വേഗം വരണോ. അവിടുന്ന് ടൗണിന്ന് കറങ്ങാത്തത്. ഇനി കോളേജിൽ പോണല്ലേ? എന്നാ ഞാൻ മാറ്റി പോവാ. ഓളെ വയറ് വരാച്ചെങ്കിലും ഒന്ന് ലീവ് എടുക്കാൻ വിചാരിച്ചേനു, അതൊന്നും നടന്നില്ല. അങ്ങനെ ചേച്ചി ഇങ്ങനെ ആവശ്യമുണ്ട്. എന്നാ വാ, താഴോട്ടൊക്കെ മാറ്റിട്ട് പോവാ. മേ ഐ കമിൻ ഡോക്ടർ? യെസ്, കമ്മിങ്. ഈശ്വരാ, ഇങ്ങേർക്കെന്താ ലുക്കാ? എന്റെ പഠിച്ചോനെ, കൺട്രോൾ തരണേ. ആരാ പേഷ്യന്റ്? എന്താ പറ്റിയേ? അല്ല, ഈ തള്ളെന്നോട് കൊണ്ടുവന്നത് എന്നെ കാണിക്കാനോ അവ ഈ ഡോക്ടറെ വായി നോക്കിക്കാനോ? ചേച്ചി, ചേച്ചി, എന്തോ നോക്കി നിക്കാ ചേച്ചി? ഡോക്ടർക്ക് ചോദിക്കുന്ന ആരാ പേഷ്യന്റ്? പറ, ഞാനാ പേഷ്യന്റ്. ശരി, അത് നിനക്കെന്ന് പറഞ്ഞ പോരെ? അതിന് ഞാൻ പറയുന്നേ? നീ പറഞ്ഞോ. എന്നെ കൊണ്ടൊന്നും വയ്യല. ഈ തള്ള. രണ്ടാളുടെയും സ്വകാര്യം പറച്ചിലൊക്കെ കഴിഞ്ഞെങ്കിൽ കാര്യം പറഞ്ഞ എനിക്ക് നോക്കായിരുന്നു. സോറി ഡോക്ടർ, പേഷ്യന്റ് ഞാനാ ഡോക്ടർ. ഇനി പറ, തനിക്കെന്താ പറ്റിയ? അത് ഡോക്ടറെ, രാവിലെ തൊട്ട് വയറുവേദന പറയുന്നുണ്ട്.
തലേന്ന് എന്തെങ്കിലും പയ്യൻ ചോറോ അല്ലെ എന്തേലും അവിഞ്ഞെന്തെങ്കിലും സാധനം കഴിച്ചിട്ടുണ്ടാവും. അതിൻ്റെതായിരിക്കാനാണ് ചാൻസ് ഫുഡ് പോയ്സൺ. എന്നാൽ ഡോക്ടർ നോക്കിയോ? ഓ ആണോ, അത് ശരി. അപ്പോ അങ്ങനാണല്ലേ. എന്നാ താനൊരു കാര്യം ചെയ്. താൻ എന്തായാലും ഇതില് ഡോക്ടറേറ്റ് എടുത്ത ആളല്ലേ. സോ താൻ ഇവിടെ വന്നിരിക്കേ. എന്നിട്ട് ഈ വരുന്ന പേഷ്യൻസിനൊക്കെ താനങ്ങ് നോക്ക്. ഞാൻ ഈ പണി അങ്ങ് നിർത്തി വീട്ടിലിരുന്നോളാം. അല്ലെങ്കിൽ തന്നെ ഞാൻ തന്നോടല്ലല്ലോ ചോദിച്ചത്, അയാളോടല്ലേ. ഡോക്ടേഴ്സ് പേഷ്യൻസിനോട് ചോദിച്ചാൽ പേഷ്യൻസ് വേണം ആൻസർ തരാൻ, അല്ലാതെ ബൈസ്റ്റാൻഡേഴ്സ് അല്ല, കേട്ടോ. ഇയാൾ എവിടുന്ന് വരുന്നത്? ഇയാൾ ഇന്നലെ വരെ ഈ ഹോസ്പിറ്റലിൽ ഇല്ലായില്ല. കൂട്ടം. ഓക്കെ, എന്നാ താൻ പുറത്തു വന്നോളൂ. ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് വന്നാൽ മതി. മേഡത്തെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. അല്ല, തന്റെ പേരെന്തെന്നാ പറഞ്ഞേ? ജനനി പ്രജീഷ്. ലുക്ക് ജനനി, ഇത് താൻ പറഞ്ഞ പോലെ തന്നെ എന്താ വേറെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫുഡ് പോയ്സൺ അടിച്ചതാണ്. തലേന്നോ 2-3 ദിവസം പഴക്കമുള്ള എന്തോ കഴിച്ചിട്ടുണ്ടാണ്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ എന്തായാലും മെഡിസിൻ എഴുതിയിട്ടുണ്ട്, അതെടുക്കുക. നല്ലപോലെ വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക. ഇത് മാറുന്നവരെ റെസ്റ്റ് എടുക്കുക. അല്ലാതെ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. ആണോ? ഫുഡ് പോയ്സൺ ആണോ? ആയിക്കോട്ടെ. എടോ ഡോക്ടറെ, ഓ സോറി, എടോ മാങ്ങാണ്ടി മോറ, തന്നോട് ഞാൻ മലയാളത്തിലല്ലോടെ പറഞ്ഞേ ഇത് ചെറിയൊരു ഫുഡ് പോയ്സൺ ആണെന്ന്. അപ്പൊ താൻ എന്നോട് കോണച്ച വാർത്താണ് പറഞ്ഞത് അല്ലേ? തന്നൊക്കെ ഇവിടെ പിടിച്ചിരിക്കാനോ വേണം പറയാൻ. താൻ ആദ്യം ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻസിനോടും ബൈസ്റ്റാൻഡേഴ്സിനോടും എങ്ങനെ പെരുമാറണം എന്നുള്ള മാനേഴ്സ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരോട് പഠിപ്പിക്കാൻ നിൽക്കുക. വാടി. ഓരോന്ന് രാവിലെ തന്നെ കുറ്റിയും പറിച്ച് വന്നോളൂ. വാട്ട്? എവിടെ നോക്കിയിട്ടാ നിങ്ങളൊക്കെ നടക്കുന്നേ? വിത്തിൻ 2 days അതിനുള്ളിൽ അവളെ നോക്കിയിട്ടണം. വെറുതെ ശമ്പളം തന്നെ തീറ്റിപ്പോറ്റുന്നതല്ല നിങ്ങളെ. പറഞ്ഞ് പണി ചെയ്യണം, ഇല്ലെങ്കിൽ ഒന്നിനും വെച്ചെടുത്തില്ല.